ഹായ്. ഒന്നാമത്തെ ചോദ്യം. ഐ.എസ്.ആർ.ഒ നിർമ്മാണവും വിക്ഷേപണവും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ തീരുമാനിച്ച ബാഹുബലി എന്ന വിളിപ്പേരിലറിയപ്പെടുന്ന ഇന്ത്യയുടെ കരുത്തുറ്റ റോക്കറ്റ് ഏതാണ്? LVM-3 ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 ആണ്. ഐ.എസ്.ആർ.ഒ നിർമ്മാണവും വിക്ഷേപണവും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ തീരുമാനിച്ച ബാഹുബലി എന്ന വിളിപ്പേരിലറിയപ്പെടുന്ന ഇന്ത്യയുടെ കരുത്തുറ്റ റോക്കറ്റ് ഏതാണ്? LVM-3 ആണ്. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. 12 മുതൽ 14 വർഷത്തിനുള്ളിൽ 60-ലധികം LVM റോക്കറ്റുകൾ സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിക്കാൻ ഇൻസ്പേസ് ലക്ഷ്യമിടുന്നു. ഓക്കെ, അപ്പോൾ 12 മുതൽ 14 വർഷത്തിനുള്ളിൽ 60-ലധികം LVM റോക്കറ്റുകൾ സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിക്കാൻ ഇൻസ്പേസ് ലക്ഷ്യമിടുന്നു. 1969 ഓഗസ്റ്റ് 15 സ്ഥാപിതമായ ഐ.എസ്.ആർ.ഒയുടെ ആസ്ഥാനം ബാംഗ്ലൂരുവാണ്. നിലവിലെ ചെയർമാൻ വി നാരായണനാണ്. അപ്പോൾ ഐ.എസ്.ആർ.ഒ സ്ഥാപിതമാകുന്നത് 1969 ഓഗസ്റ്റ് 15 ചെയർമാൻ ആരാണ്? വി നാരായണനാണ്. മുമ്പ് GSLVക്ക് മാർക്ക് 3 എന്നറിയപ്പെട്ടിരുന്ന ഈ വിക്ഷേപണ വാഹനം ഗഗൻയാൻ ഉൾപ്പെടെയുള്ള ഭാവി പദ്ധതികൾക്കും ഉപയോഗിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ 12 മുതൽ 14 വർഷത്തിനുള്ളിൽ 60-ലധികം LVM-3 റോക്കറ്റുകൾ സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിക്കാൻ ഇൻസ്പേസ് ലക്ഷ്യമിടുന്നുണ്ട്. 1969 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമാണ്. 1969 ഓഗസ്റ്റ് 15 സ്ഥാപിതമായ ഐ.എസ്.ആർ.ഒയുടെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. നിലവിലെ ചെയർമാൻ ആരാണ്? വി നാരായണനാണ്. മുമ്പ് GSLV മാർക്ക് 3 എന്നറിയപ്പെട്ടിരുന്ന ഈ വിക്ഷേപണ വാഹനം ഗഗൻയാൻ ഉൾപ്പെടെയുള്ള ഭാവി പദ്ധതികൾക്കും ഉപയോഗിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്? LVM-3 എന്നാണ്. അതിന് വിളിപ്പേരെന്താണ്? ബാഹുബലി എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിക്ഷേപണവും നിർമ്മാണവുമാണ് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ ഐ.എസ്.ആർ.ഒ തീരുമാനിച്ചത്. ഓക്കെ. മെക്സിക്കോ, USA, കാനഡ എന്നീ 3 രാജ്യങ്ങളിലായി നടക്കാൻ പോകുന്ന 48 ടീമുകൾ പങ്കെടുക്കുന്ന 23ാമത് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ആകെ ദൈർഘ്യവും മത്സരങ്ങളുടെ എണ്ണവും എത്രയാണ്? അപ്പോൾ മെക്സിക്കോ, USA, കാനഡ എന്നീ 3 രാജ്യങ്ങളാണ് ആദ്യ രാജ്യങ്ങൾ. അപ്പോൾ അവിടെ നടക്കുന്ന 48 ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് ഫിഫയിൽ. 23ാമത് ഫിഫ ലോകകപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. അതിലെ ആകെ എത്ര മത്സരങ്ങളുണ്ട്? 104 മത്സരങ്ങളുണ്ട്. 39 ദിവസമാണ് ഈ ഒരു ടൂർണമെൻറ്റ്. 39 ദിവസം 104 മത്സരങ്ങൾ. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഈ ടൂർണമെൻറ്റിൽ 12 ഗ്രൂപ്പുകളിലായിട്ടാണ് പ്രാഥമിക മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം 12 ഗ്രൂപ്പുകളുണ്ട്, 48 ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്, 39 ദിവസം കൊണ്ട് 104 മത്സരങ്ങളുണ്ട്. എവിടെയൊക്കെയാണ് ആതിഥേയ രാജ്യങ്ങൾ? മെക്സിക്കോ, USA, കാനഡയാണ്. ഫിഫയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചാണ്. നിലവിലെ പ്രസിഡന്റ് ആരാണ്? ജിയാനി ഇൻഫാന്റിനോയാണ് ഫിഫയുടെ നിലവിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചാണ്. 2022 ഖത്തറിൽ നടന്ന 22ാമത് ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തി അർജന്റീനയാണ് കിരീടം നേടിയത്. അപ്പോൾ ഇതിന് മുന്നേ 2022 ഖത്തറിൽ നടന്ന 22ാമത് ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തി ആരാണ് കിരീടം നേടിയത്? അർജന്റീനയാണ് കിരീടം നേടിയത്. ഇപ്പോൾ നടക്കുന്ന എത്രാമത് ഫിഫ ലോകകപ്പാണ്? 23ാമത് ഫിഫ ലോകകപ്പാണ് നടക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് മെക്സിക്കോ, USA, കാനഡ എന്നീ 3 രാജ്യങ്ങളിലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇതിനുപയോഗിച്ച പന്ത് ഏതാണ്? ആഡിഡാസ് കമ്പനി നിർമ്മിച്ച ട്രിയോണ്ട എന്ന് പറയുന്ന ബോളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2023 ഫിഫ ലോകകപ്പ് 23ാമത് ഫിഫ ലോകകപ്പ് എത്ര മത്സരങ്ങളുണ്ട്? 104 മത്സരങ്ങളുണ്ട്. 39 ദിവസം കൊണ്ടാണ് ടൂർണമെൻറ്റ് നടക്കുന്നത്. ഓക്കെ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കേന്ദ്ര സർക്കാർ ജൂലൈ 1 മുതൽ നടപ്പിലാക്കാൻ പോകുന്ന പുതിയ പദ്ധതി ഏതാണ്? VBG റാംജിയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി MGNREGA. അതിനു പകരം കേന്ദ്ര സർക്കാർ ജൂലൈ 1 മുതൽ നടപ്പിലാക്കാൻ പോകുന്ന പുതിയ പദ്ധതി ഏതാണ്? VBG റാംജി പദ്ധതിയാണ്. ഗ്രാമീണ വികസനത്തിനായുള്ള ഈ പുതിയ പദ്ധതി നടപ്പിലാക്കാൻ കേരളത്തിന് കേന്ദ്ര സർക്കാർ 3136.44 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രാമീണ വികസനത്തിനായിട്ടുള്ള ഈ ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കാൻ കേരളത്തിന് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്ന എത്ര രൂപയാണ്? 3136.44 കോടി രൂപയാണ്. 2005 പാർലമെൻറ്റ് പാസാക്കിയ തൊഴിലുറപ്പ് നിയമം 2026 ഫെബ്രുവരി 2 ഇന്ത്യയിൽ ആദ്യമേ പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ 2005 പാർലമെൻറ്റ് തൊഴിലുറപ്പ് നിയമം പാസ്സാക്കുന്നത്. അപ്പോൾ 2006 ഫെബ്രുവരി 2 എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ ആദ്യമായിട്ടത് പ്രാബല്യത്തിൽ വന്നത്. പഴയ പദ്ധതിയിലെ 100 തൊഴിൽ ദിനങ്ങൾക്ക് പകരം 125 ദിവസത്തെ തൊഴിൽ വാഗ്ദാനമാണ് പുതിയ നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പഴയ പദ്ധതിയിലെ 100 തൊഴിൽ ദിനങ്ങൾക്ക് പകരമായിട്ട് VBG റാംജിയിൽ എത്ര തൊഴിൽ ദിനങ്ങളുണ്ട്? 125 തൊഴിൽ ദിനങ്ങളുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി എന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡ് 4398 ദിവസം മറികടന്നത് ആരാണ്? നരേന്ദ്രമോദിയാണ്. അപ്പോൾ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രി എന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡ് മറികടന്നു. ആര്? നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുള്ള നരേന്ദ്രമോദി. 4398 ദിവസം അദ്ദേഹം ഇന്ത്യ ഭരിച്ചു. 1952 മുതൽ 64 വരെ ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച
4398 ദിവസങ്ങളുടെ റെക്കോർഡാണ്. 2026 ജൂൺ 10 4399 ദിവസങ്ങൾ പൂർത്തിയാക്കി നരേന്ദ്രമോദി മറികടന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 75-ാം അനുച്ഛേദം അനുസരിച്ച് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. 2014 മെയ് 26 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. എന്നാണ് 2014 മെയ് 26. അപ്പോൾ 1952 മുതൽ 64 വരെ ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച 4398 ദിവസങ്ങളുടെ റെക്കോർഡ് 4399 ദിവസങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ആര്? നരേന്ദ്രമോദി. 2026 ജൂൺ 10. ഇന്ത്യൻ ഭരണഘടനയുടെ 75-ാം അനുച്ഛേദം അനുസരിച്ച് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഓർത്തിരിക്കുക, ഇന്ത്യൻ ഭരണഘടനയുടെ 75-ാം അനുച്ഛേദം അനുസരിച്ച് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. 2014 മെയ് 26 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുന്നത്. എന്നാണ് 2014 മെയ് 26. ഓക്കെ, അപ്പോൾ തുടർച്ചയായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച പ്രധാനമന്ത്രി ഇപ്പോൾ ആരാണ്? നരേന്ദ്രമോദിയാണ്. അടുത്തിടെ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം അനുഭവപ്പെടുകയും അതിനെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകപ്പെടുകയും ചെയ്ത തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യം. അടുത്തിടെ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം അനുഭവപ്പെടുകയും അതിനെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകപ്പെടുകയും ചെയ്ത തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യം ഏതാണ്? ഫിലിപ്പീൻസാണ്. റിക്ടർ സ്കെയിലിൽ ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കുന്നു. അപ്പോൾ റിക്ടർ സ്കെയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കുന്നത്. പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വതങ്ങൾക്കും ഭൂകമ്പങ്ങൾക്കും സാധ്യതയുള്ള മേഖലയിലാണ് ഫിലിപ്പീൻസ് രാജ്യം സ്ഥിതി ചെയ്യുന്നത്. പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വതങ്ങൾക്കും ഭൂകമ്പങ്ങൾക്കും സാധ്യതയുള്ള മേഖലയിലാണ് ഏത് രാജ്യം സ്ഥിതി ചെയ്യുന്നത്? ഫിലിപ്പീൻസ് സ്ഥിതി ചെയ്യുന്നത്. ഫിലിപ്പീൻസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മനിലയാണ്. മനില. ഫിലിപ്പീൻസിൻ്റെ ആസ്ഥാനം ഏതാണ്? മനിലയാണ്. അപ്പം 7.8 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം അനുഭവപ്പെടുകയും അതിനെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകപ്പെടുകയും ചെയ്ത തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യം ഏതാണ്? ഫിലിപ്പീൻസാണ്. കൈരളി കലാസമിതിയുടെ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ പ്രമുഖ എഴുത്തുകാരി ആര്? കൈരളി കലാസമിതിയുടെ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ പ്രമുഖ എഴുത്തുകാരി ആരാണ്? സാറ ജോസഫാണ്. കൈരളി കലാസമിതിയുടെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരമാണ് സാറ ജോസഫിന് ലഭിച്ചത്. സാറ ജോസഫിൻ്റെ പ്രശസ്തമായ നോവലാണ് അലാഹയുടെ പെൺമക്കൾ. ഈ കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഫെമിനിസ്റ്റ് സാഹിത്യ പ്രസ്ഥാനത്തിൽ കേരളത്തിൽ മുൻപന്തിയിലുള്ള ഇവർ ജനിച്ചത് തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ കൈരളി കലാസാഹിത്യ സമിതിയുടെ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ പ്രമുഖ എഴുത്തുകാരി ആരാണ്? സാറ ജോസഫാണ്. കൈരളി കലാസമിതിയുടെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരമാണ് സാറ ജോസഫിന് ലഭിച്ചത്. 2026 സാറ ജോസഫിൻ്റെ പ്രശസ്തമായ നോവലാണ് ഇത് അലാഹയുടെ പെൺമക്കൾ എന്ന് പറയുന്നത്. ഈ ഒരു കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഫെമിനിസ്റ്റ് സാഹിത്യ പ്രസ്ഥാനത്തിൽ കേരളത്തിൽ മുൻപന്തിയിലുള്ള ഇവർ ജനിച്ചത് ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. സാറ ജോസഫ് ജനിച്ചത് ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയാണ്. അപ്പോൾ കൈരളി കലാസമിതിയുടെ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ പ്രമുഖ എഴുത്തുകാരിയും ആര് തന്നെയാണ്? സാറ ജോസഫ് തന്നെയാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ മുൻനിർത്തി സിംഗപ്പെൺ എന്ന പേരിൽ പ്രത്യേക വനിതാ ദൗത്യസേന രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ മുൻനിർത്തി സിംഗപ്പെൺ എന്ന പേരിൽ പ്രത്യേക വനിതാ ദൗത്യസേന രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? സിംഗപ്പെണ്ണ് എന്ന് കേൾക്കുമ്പോൾ അറിയാലോ, തമിഴ്നാടാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനാണ് ഈ ഒരു പ്രത്യേക വനിതാ ദൗത്യസേനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. തമിഴ്നാടിൻ്റെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? സി ജോസഫ് വിജയ് ആണ്. ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് ഗവർണർ. തമിഴ്നാടിൻ്റെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? സി ജോസഫ് വിജയ് ആണ്. ഭരണഘടനാപരമായി പോലീസും ക്രമസമാധാനവും സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ഭരണഘടനാപരമായി പോലീസും ക്രമസമാധാനവും ഏത് ലിസ്റ്റാണ് ഉൾപ്പെടുന്നത്? സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് ഏത്? പോലീസും ക്രമസമാധാനവും. ഓക്കെ, അപ്പോൾ സ്ത്രീകളുടെ കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി സിംഗപ്പൺ എന്ന പേരിൽ പ്രത്യേക വനിതാ ദൗത്യസേന രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. കാശ്മീർ താഴ്വരയെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം ഏത്? സോജില തുരങ്കം. കാശ്മീർ താഴ്വരയെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം ഏത്? സോജില തുരങ്കം. 13.15 കിലോമീറ്റർ നീളമുള്ള ഈ തുരങ്കം ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ സിംഗിൾ ട്യൂബ് റോഡ് തുരങ്കമാണ്. അപ്പോൾ 13.15 കിലോമീറ്റർ നീളമുള്ള ഈ തുരങ്കം ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ സിംഗിൾ ട്യൂബ് റോഡ് തുരങ്കമാണ്. അപ്പോൾ ഇത് കാശ്മീർ താഴ്വരയെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന തുരങ്കമാണ് ഇത് സോജില തുരങ്കം. ജമ്മു കാശ്മീരിനെ ലഡാക്കിനെ വേർതിരിക്കുന്ന ഹിമാലയൻ ചുരമാണ് സോജില പാസ്. അപ്പോൾ ജമ്മു കാശ്മീരിനെ ലഡാക്കിനെ വേർതിരിക്കുന്ന ചുരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോജില പാസ്സാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏറെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തുരങ്കപാതകളിൽ ഒന്നാണ് നമ്മുടെ ഈ ഒരു സോജില തുരങ്കമെന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. അപ്പോൾ കാശ്മീർ താഴ്വര ലഡാക്കിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ തുരങ്കമാണ് ഇത് സോജില തുരങ്കം എന്ന് പറയുന്നത്. 13.15 കിലോമീറ്റർ നീളമാണ് ഈ ഒരു തുരങ്കത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ സിംഗിൾ ട്യൂബ് റോഡ് തുരങ്കമാണ്. കേരളത്തിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരെന്ത്?
പ്രിയദർശിനി എന്നാണ്. കേരളത്തിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? പ്രിയദർശിനി. സംസ്ഥാന സർക്കാരിൻ്റെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി ജൂൺ 15 മുതൽ ആദ്യഘട്ടത്തിൽ 100 ദിവസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ഓർഡിനറി ബസ്സുകളിലാണ് ഈ സൗകര്യം ലഭ്യമാക്കുക. ഓക്കെ, അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി ജൂൺ 15 മുതൽ ആദ്യഘട്ടത്തിൽ 100 ദിവസത്തേക്ക് പരീക്ഷണ അടിസ്ഥാനത്തിൽ ഓർഡിനറി ബസ്സുകളിലാണ് ഈ ഒരു സൗകര്യം ലഭ്യമാക്കുക. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സ്ഥാപിതമായത് 1965 അപ്പോൾ KSRTC സ്ഥാപിതമാകുന്നത് എന്നാണ് 1965 ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. KSRTC 1965, ആസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും KSRTCയുടെ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കാൻ സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? പ്രിയദർശിനി. ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്ത്യയിൽ ടീ ബാഗുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് BIS നിരോധിച്ച രാസവസ്തു ഏത്? അപ്പോൾ ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്ത്യയിൽ ടീ ബാഗുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിച്ച ഒരു രാസവസ്തു BIS നിരോധിച്ചു. ആ രാസവസ്തു ഏതാണ്? എപ്പിക്ലോറോഹൈഡ്രനാണ്. എപ്പിക്ലോറോഹൈഡ്രനാണ്. ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ ടീ ബാഗുകൾ കീറിപ്പോകാതിരിക്കാൻ പേപ്പറിൽ ഉപയോഗിച്ചിരുന്ന രാസവസ്തുവാണിത്. ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ ടീ ബാഗുകൾ കീറിപ്പോകാതിരിക്കാൻ പേപ്പറിൽ ഉപയോഗിച്ചിരുന്ന രാസവസ്തുവാണ് എപ്പിക്ലോറോഹൈഡ്രൻ. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് സ്ഥാപിതമായത് 1986 ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് സ്ഥാപിതമാകുന്നത് എന്നാണ്? 1986 ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഈ രാസവസ്തു ക്യാൻസർ ഉൾപ്പെടെയുള്ള ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് ഇൻ്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ ആണ് ഔദ്യോഗികമായി കണ്ടെത്തിയത്. അപ്പോൾ BIS ടീ ബാഗുകളുടെ നിർമ്മാണത്തിൽ നിന്ന് നിരോധിച്ച രാസവസ്തു ഏതാണ്? എപ്പിക്ലോറോഹൈഡ്രനാണ്. വനം വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം നാഷണൽ സേഫ്റ്റി കൗൺസിൽ നടത്തിയ പഠനത്തിൽ കേരളത്തിലെ വനമേഖലകളോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ ശുദ്ധവായു സൂചികയിൽ 1ാം സ്ഥാനത്തെത്തിയത് ഏത് പക്ഷിസങ്കേതമാണ്? തട്ടേക്കാട് പക്ഷിസങ്കേതമാണ്. സംസ്ഥാനത്തെ 30ഓളം വന പരിസ്ഥിതി കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ തട്ടേക്കാടിലെ വായു ഗുണനിലവാര സൂചിക എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഏറ്റവും മികച്ചതായ 0 മുതൽ 50 പരിധിയിലാണ് എന്ന് കണ്ടെത്തി. എറണാകുളം ജില്ലയിൽ പെരിയാർ നദിയുടെ വടക്കേ തീരത്ത് 1983 സ്ഥാപിതമായ തട്ടേക്കാട് കേരളത്തിലെ ആദ്യത്തെ പക്ഷിസങ്കേതമാണ്. അപ്പോൾ തട്ടേക്കാട് പക്ഷിസങ്കേതം 1983 സ്ഥാപിതമാകുന്നത്. ഇത് കേരളത്തിലെ ആദ്യത്തെ പക്ഷിസങ്കേതമാണ്. എറണാകുളം ജില്ലയിൽ പെരിയാർ നദിയുടെ തീരത്ത് ആണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ പക്ഷിശാസ്ത്രത്തിൻ്റെ പിതാവായ ഡോക്ടർ സലീം അലിയുടെ സ്മരണാർത്ഥം ഇത് ഡോക്ടർ സലീം അലി പക്ഷിസങ്കേതം എന്നും അറിയപ്പെടുന്നുണ്ട്. ഡോക്ടർ സലീം അലി പക്ഷിസങ്കേതം എന്നത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം വനംവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം നാഷണൽ സേഫ്റ്റി കൗൺസിൽ നടത്തിയ പഠനത്തിൽ കേരളത്തിലെ വനമേഖലകളോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ ശുദ്ധവായു സൂചികയിൽ 1ാം സ്ഥാനത്തെത്തിയത് ഏത് പക്ഷിസങ്കേതമാണ്? തട്ടേക്കാട് പക്ഷിസങ്കേതമാണ്. ഇത് 1983 സ്ഥാപിതമായതാണ്. എറണാകുളം ജില്ലയിലാണ്, പെരിയാർ നദിയുടെ വടക്കേ തീരത്ത്. കേരളത്തിലെ ആദ്യത്തെ പക്ഷിസങ്കേതമാണിത്. സംസ്ഥാനത്തെ 30ഓളം വന പരിസ്ഥിതി കേന്ദ്രം നടത്തിയ പഠനത്തിൽ തട്ടേക്കാടിലെ വായു ഗുണനിലവാര സൂചിക എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ഏറ്റവും മികച്ചതായിട്ടുള്ള 0 to 50 റേഞ്ചിലാണെന്ന് കണ്ടെത്തി. ഇന്ത്യൻ പക്ഷിശാസ്ത്രത്തിൻ്റെ പിതാവായിട്ടുള്ള ഡോക്ടർ സലീം അലിയുടെ സ്മരണാർത്ഥമാണ് തട്ടേക്കാട് പക്ഷിസങ്കേതത്തിന് എന്ത് എന്നും വിളിക്കുന്നു? ഡോക്ടർ സലീം അലി പക്ഷിസങ്കേതം എന്നും വിളിക്കുന്നു. നാസ അടുത്തിടെ പ്രഖ്യാപിച്ച ആർട്ടമിസ് 3 ബഹിരാകാശ ദൗത്യത്തിൻ്റെ മിഷൻ കമാൻഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? റാൻഡി ബ്രസ്നിക്കാണ്. നാസ അടുത്തിടെ പ്രഖ്യാപിച്ച ആർട്ടിമസ് 3 ബഹിരാകാശ ദൗത്യത്തിൻ്റെ മിഷൻ കമാൻഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? റാൻഡി ബ്രസ്നിക്. 2027 വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന ഈ ദൗത്യത്തിലെ മറ്റ് അംഗങ്ങൾ ലൂക്ക പാർമിറ്റാനോ, ഫ്രാങ്ക് റൂബിയാനോ, ആന്ദ്രെ ഡഗ്ലസ് എന്നിവരാണ്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ളതാണ് നാസ എന്ന് പറയുന്നത്. അത് സ്ഥാപിതമാകുന്നത് 1958 ആസ്ഥാനം വാഷിങ്ടൺ DC ആണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കഴിഞ്ഞ 371 ദിവസം അമേരിക്കൻ യാത്രികൻ എന്ന റെക്കോർഡ് ഈ ദൗത്യത്തിലെ മിഷൻ സ്പെഷ്യലിസ്റ്റായ ഫ്രാങ്ക് റൂബിയോയുടെ പേരിലാണ്. അപ്പോൾ 2027 വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന ഏത് ദൗത്യം? ആർട്ടമിസ് 3 ദൗത്യത്തിലെ മിഷൻ കമാൻഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? റാൻഡി ബ്രസ്നിക്കാണ്. ഇതിലെ മറ്റംഗങ്ങൾ എന്ന് പറയുന്നത് ലൂക്ക പാർമിറ്റാനോ, ഫ്രാങ്ക് റൂബിയോ, ആന്ദ്രെ ഡഗ്ലസ്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള നാസയുടെ ആസ്ഥാനം എവിടെയാണ്? വാഷിങ്ടൺ DC ആണ്. സ്ഥാപിതമായത് 1958 ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കഴിഞ്ഞ 371 ദിവസം അമേരിക്കൻ യാത്രികൻ എന്ന റെക്കോർഡ് ഈ ദൗത്യത്തിലെ മിഷൻ സ്പെഷ്യലിസ്റ്റായ ഫ്രാങ്ക് റൂബിയോയുടെ പേരിലാണ്. ഓക്കെ, അപ്പോൾ കുറച്ചധികം ആനുകാലിക ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. ഓക്കെ, താങ്ക്